എന്ന് പറയുന്നത് വിബാക്കിനെ കുറിച്ചാണ്. സത്യത്തിൽ സിസേറിയൻ കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഉള്ളിലുണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് അടുത്തതെങ്കിലും നോർമൽ ഡെലിവറി ആവണമെന്ന്. അത്തരത്തിൽ ആദ്യത്തെ ഒരു സിസേറിയൻ കഴിഞ്ഞ് അടുത്തത് നോർമൽ ഡെലിവറി അല്ലെങ്കിൽ വജൈനൽ ഡെലിവറി ആവുന്നതിനെയാണ് വിബാക്ക് എന്ന് പറയുന്നത്. വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ. നിങ്ങളുടെ ആദ്യത്തെ പ്രഗ്നൻസി സിസേറിയൻ ആവാനുള്ള കാരണങ്ങൾ ഒരുപക്ഷെ അടുത്ത പ്രഗ്നൻസിയിൽ നിലനിൽക്കണമെന്നില്ല. ഉദാഹരണത്തിന് കുഞ്ഞിന്റെ വളർച്ചക്കുറവ്, കുഞ്ഞിന്റെ രക്തയോട്ടക്കുറവ്, കുഞ്ഞിന്റെ കിടപ്പിലുള്ള വ്യത്യാസങ്ങൾ, കുഞ്ഞിന് വെള്ളം കുറവ്, അതുപോലെ കുഞ്ഞ് മഷിയിടുന്ന അവസ്ഥ, ഇങ്ങനെ നീളുന്ന ഒരുപാട് കാരണം അത് അടുത്ത പ്രഗ്നൻസിയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് അടുത്ത പ്രഗ്നൻസിയിൽ വജൈനൽ ഡെലിവറിക്ക് ശ്രമിക്കാവുന്നതാണ്. ഇതിനാണ് വിബാക്ക് എന്ന് പറയുന്നത്. ഒരു വിബാക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ ഡോക്ടറുടെ അനുഭവ സമ്പത്തും നഴ്സിംഗ് സ്റ്റാഫിന്റെ ജാഗ്രതയും വളരെ പ്രധാനമാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനമാണ് ഗർഭിണിയുടെ കോൺഫിഡൻസും സഹകരണവും. മുമ്പ് സിസേറിയൻ കഴിഞ്ഞവർ വിബാക്കിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷമാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന കാര്യം.